കൗസറിനെ നബി തങ്ങളോട് പരിചയപ്പെടുത്തി നബി തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തിനെ എടുത്തു പറഞ്ഞ് ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞതിന് ശേഷം ഫസല്ലി ലിറബ്ബിക വൻഹർ നബി തങ്ങളോട് രണ്ടാമത് അല്ലാഹു ആജ്ഞാപിക്കുന്നത് ആവശ്യപ്പെടുന്നത് വൻഹർ അങ്ങ് ഉദ്ഹിയ്യത്ത് അറുക്കണേ എന്നാണ്. ഉദ്ഹിയ്യത്ത് അറുക്കണേ എന്നാണ്. അപ്പൊ അല്ലാഹു കൊടുത്ത നിഅമത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബി തങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നിന്ന് കാണാം അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീൻ 10 വർഷക്കാലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിട്ടുണ്ട്. ആ 10 വർഷക്കാലം നബി തങ്ങൾ ഒരു വർഷം പോലും ഉദ്ഹിയ്യത്ത് മുടക്കിയിട്ടില്ല. ഒരു വർഷം പോലും മുടക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, മരണശേഷം എനിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കണം എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളോട് കൽപ്പിച്ചിരുന്നു. ഉദ്ഹിയ്യത്ത് എത്രമാത്രം റസൂലുള്ളാഹി തങ്ങൾ നടപ്പിലാക്കിയത്, പൂർത്തീകരിച്ചത് അവിടെ നിന്ന് കാണാം. വല്ലദീ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅത്തും മിനൽ ലിബൽ വഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹറ ബിയദിഹിൽ കരീമത്തി 63 ബദനാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയയായി ലഭിച്ച 100 ഒട്ടകം, ആ ഒട്ടകം ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അറുത്തു കൊടുത്തു എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പറയുകയാണ്. 100 ഒട്ടകം ജീവിതത്തിൽ ഉടനീളം 10 വർഷം കൊണ്ട് അറുത്താറില്ല, മദീനയിൽ വെച്ച് ഒരൊറ്റ വർഷം അറുത്തു എന്നതാണ്. അതിൽ തങ്ങളുടെ കൈ കൊണ്ട് 63 അറുത്തു. അതിലൊക്കെ വലിയ സൂചന ഉണ്ടായിരുന്നു. ബാക്കി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അറുക്കാൻ കൽപ്പിച്ചു. 63 അറുത്തു എന്നാണ് പറയുന്നത്. എത്ര മാത്രമാണ് ആ ദൗത്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. അപ്പൊ ആ ദൗത്യം നിർവഹിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു മാസം ഏകദേശം, ആ മാസമാകുമ്പോൾ അടുത്ത മാസം 10 നമ്മൾ ഉദ്ഹിയ്യത്ത് എന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മം നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത്, ആ നിഅമത്തിന്റെ ബാഹ്യ പ്രകടനം നമ്മൾ നടത്തണം എന്നാണ് പറഞ്ഞത്. അത് നടത്താൻ വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ നിഅമത്ത് എടുത്ത് പറഞ്ഞു ഇന്നാ അഅതൈനാകൽ കൗസർ, നിങ്ങൾക്ക് അത്ര കോരി വാരിച്ചൊരിഞ്ഞ് ഞാൻ തന്നിട്ടുണ്ട് നബിയെ. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക, അബ്ബിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. വൻഹർ, നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കുകയും വേണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തരികയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു മാ അമില ഇബ്നു ആദം യൗമൻ നഹരി അമലൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഇറാഖതി ദമിൻ. പെരുന്നാളിന്റെ ദിവസം, ബലി പെരുന്നാളിന്റെ അന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ കർമ്മം അതവൻ ബലി നിർവഹിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. യഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅദ്ലാഫിഹാ വശഅരിഹാ. ആ ബലിമൃഗത്തിന്റെ തോലും രോമങ്ങളും എല്ലും എല്ലാമായി നാളെയുടെ ലോകത്ത് സാക്ഷിത്വം നിർവഹിക്കാൻ ആ മൃഗം വരും. മാത്രമല്ല ഇന്നദ്ദമല യഖഉ മിനല്ലാഹി അസ്സ വജല്ല ബിമകാനിൻ ഖബ്ല അൻ യഖഅ അലൽ അർദ്. ഭൂമിയിലേക്ക് അതിനെ അറവ് നടത്തുന്ന സമയത്ത് അതിന്റെ കണ്ടനാടിയിൽ നിന്ന് രക്തം ഉറ്റി വീണ് കിനിഞ്ഞ് വീണ് അവിടെ പതിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ കൂലി ഈ അറുത്ത മനുഷ്യന് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര വലിയ മഹത്വമാണ് നബി തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം അദ്ലിമൂ ദഹായാകും ഫഇന്നഹാ അല സിറാത്തി മതായാകും. അദ്ലിമൂ ദഹായാകും, നിങ്ങൾ നിങ്ങളുടെ ബലിമൃഗങ്ങളെ നന്നായി ബഹുമാനിക്കണം. എന്താണ് കാരണം? നാളെയുടെ ലോകത്ത് സിറാത്തുൽ മുസ്തഖീം വിട്ടുകടക്കാനുള്ള നിങ്ങളുടെ വാഹനമാണ് ബലിമൃഗം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരുപാട് ഹദീസുകളുണ്ട്, പലതവണ നമ്മൾ പറഞ്ഞതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ബലി അർപ്പണം നടത്തുക, ഉദ്ഹിയ്യത്ത് നടത്തുക എന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ആ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാത്തവർക്ക് താക്കീതായി കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമ്മുടെ മനസ്സിൽ വേണം. മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലം യുളഹി. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഹിയത്ത് അറുക്കാനുള്ള ആവത് നൽകി, അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തികം അല്ലാഹു നൽകി, അഭിവൃദ്ധി നൽകിയിട്ട് ഒരാൾ ഉദ്ഹിയത്ത് അറുത്തില്ല എങ്കിൽ നമ്മുടെ ഈ മദീനത്തെ പള്ളിയിൽ അയാൾ നിസ്കാരത്തിന്, പെരുന്നാൾ നിസ്കാരത്തിന് ചട്ടം കെട്ടി വരണ്ട എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് എത്രമാത്രം ഗൗരവമുള്ളതാണ്, എത്രമാത്രം വലിയ ഗൗരവമുള്ളതാണ്. അപ്പൊ ഉദ്ഹിയത്തിന് സാധിക്കുന്നവരെല്ലാവരും ഉദ്ഹിയത്ത് ഇറക്കണം, ഉദ്ഹിയത്ത് ഇറക്കണം. നമ്മുടെ മദ്ഹബിൽ അത് മുഅക്കദായ സുന്നത്താണ്. ഹനഫി മദ്ഹബിൽ നിർബന്ധമാണ്. ആരാ അറുക്കേണ്ടത് അറിയും? അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ സമ്പന്നരായ ആളുകൾ എന്തൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ആർക്കൊക്കെ ഫിത്ർ സക്കാത്തിന്റെ വിഷയം പറഞ്ഞു അതുപോലെ തന്നെ ഫിത്ർ സക്കാത്തിന് എന്താ പറഞ്ഞത്? ആ പെരുന്നാൾ ദിവസം, അന്നത്തെ ദിവസം തന്റെ ചെലവ് കഴിഞ്ഞ്, തന്റെ ആശ്രിതരുടെ ചെലവ് കഴിഞ്ഞ്, അവർക്കുള്ള പാർപ്പിടം കഴിഞ്ഞ്, അവർക്കുള്ള വസ്ത്രം കഴിഞ്ഞ്, പിന്നെ എന്തെങ്കിലും തുച്ഛമുണ്ട്, അതുകൊണ്ട് ഉദ്ഹിയത്ത് ഇറക്കാൻ കഴിയുന്നോ ആ ഉദ്ഹിയത്ത് ഇറക്കാൻ മുഅക്കദായ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. കറാഹത്ത് മാത്രം നോക്കിയാൽ പോരാ, കറാഹത്ത് എന്നുള്ളത് ചെയ്യാതിരിക്കാൻ ചില ആളുകൾ അത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് തള്ളാനുള്ളതല്ല. കറാഹത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത കാര്യമാണ്, ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതാണ് കറാഹത്ത്. അതാണ് മനസ്സിലാക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതാണ് ഉദ്ഹിയത്ത്. അത് മുഅക്കദായ സുന്നത്താണ്. അതിന് വേണ്ടത് ഒരു 10,000 രൂപയെങ്കിലുമാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. ഒരു 10,000 രൂപ ഉണ്ടായാൽ മതി. അതാണ് കാരണം ഉദ്ഹിയത്ത് അറുക്കാൻ കഴിവുള്ള ആളുകൾ ഒരു പോത്തിനെങ്കിലും അറുത്ത് കൊടുക്കണം. അതാണ് അവൈലബിൾ ആയത്. പോത്തിനെങ്കിലും അറുത്ത് കൊടുക്കണം. 70,000 50,000 രൂപ ഉണ്ടെങ്കിൽ അത് സിമ്പിളായി അറുത്ത് കൊടുക്കാൻ പറ്റൂലേ? 2 വയസ്സായ ഒരു പോത്തിന് കിട്ടൂലേ? കിട്ടും. ഇനി 1 ലക്ഷം വിചാരിച്ചോ, എത്ര ലക്ഷമാണോ നമുക്ക് തന്നിട്ടുള്ളത്? എത്ര വലിയ വാടക കെട്ടിടങ്ങൾ, വലിയ വലിയ സംരംഭങ്ങൾ, എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ആഘോഷങ്ങൾക്കും പരിപാടികൾക്കും എന്തൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. നേർച്ചകൾക്കും മറ്റുമൊക്കെ നമ്മൾ ആടിനെയും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. ഉദ്ഹിയത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾ ഇതിന് അർഹരാകുന്നതോ അവനവൻ ചിന്തിക്കുക, അപ്പുറത്തുള്ള ആളെ നോക്കണം, സ്വന്തം ചിന്തിക്കുക. എനിക്ക് കയ്യോടില്ലേ? അപ്പൊ ഒരു പോത്തിന് നമുക്ക് അറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അറക്കണം. ഇനി അത് കഴിയുന്നെങ്കിൽ ഒരു ആടിന് ഒക്കെ 2 വയസ്സാവും. ഇനി അതിനും സാധ്യമല്ലെങ്കിൽ ഒരു പോത്തിൽ ഒരു ഷെയർ എന്ന 7 പേർക്ക് വരെ ഷെയർ ആവാൻ കഴിയും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 10,000 രൂപ ഉണ്ടായാൽ മതി അല്ലേ? അതിന്റെ ചെലവുകൾ, വെട്ടാനുള്ള ചെലവടക്കം നോക്കിയാൽ ഒരു 12 അല്ലെ കഴിയൂലേ? 12. അപ്പൊ 12,000 രൂപ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിലുള്ള ആളുകളൊക്കെ അറുക്കണം. അപ്പൊ 12,000 പിടിക്കേണ്ട ഇനി ആരും ഒന്ന് അറുക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ അറുക്കണം. ചില ആളുകൾ പറയും ഇത്രയൊക്കെ പോത്തിനെ അറുത്താൽ ആര തിന്നാനുണ്ടാവും, നിങ്ങളൊന്ന് അറുത്ത് നോക്കാം മനസ്സിലാവും ആര തിന്നാൻ. നമ്മുടെ നാട്ടിലൊക്കെ വടക്ക് നിങ്ങൾ പള്ളിയുടെ കീഴിലാണ് അറുക്കാറുള്ളത്. അങ്ങനെ ഒരു സംരംഭവും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പള്ളിയുടെ കീഴിൽ, പക്ഷെ അതിന്റെ എല്ലാവിധ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യണം. അതെല്ലാം വീടുകളിൽ എത്തിക്കണം. അങ്ങനെ എത്തിക്കുന്ന മഹല്ലുകളും നമ്മുടെ തൊട്ടടുത്തൊക്കെ തന്നെയുണ്ട്. അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അതൊരു സംവിധാനമാണ്. ആ സംവിധാനം നമ്മൾ ഏറ്റെടുക്കുന്ന കുറച്ച് റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് അനുസരിച്ച് അത് കൃത്യമായ രൂപത്തിൽ അതിനെ ഇടപെടേണ്ടവരെ ഇടപെടിച്ചുകൊണ്ട് കൃത്യമായ രൂപത്തിൽ അർത്ഥ കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ അതുണ്ടാക്കണം. അതിനുള്ള ഒരു ശ്രമം നടത്തണം. അപ്പൊ കുറെ ആളുകൾ അതിൽ ഭാഗമാക്കാം. അല്ലെങ്കിൽ ഒരു വീട്ടുകാർ, കുടുംബക്കാർ ഇപ്പൊ നമ്മൾ ചെയ്തു പോരുന്നത് പോലെ എന്നാലും വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ട് ഒരു 12,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 എണ്ണം അറുത്തുകൊണ്ടാണ് മാതൃക നമുക്ക് കാണിച്ചു തന്നത്. ആരാണ് റസൂൽ എന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ കുറിച്ച് പറയാണ്, 1 മാസക്കാലം അല്ല, 2 മാസക്കാലം അല്ല, 3 മാസക്കാലം ഞങ്ങളുടെ വീടിൽ ഒരിക്കലും തന്നെ അടുപ്പിൽ നിന്ന് പുക ഉയർന്നിട്ടില്ലെന്ന് മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അവിടെ സുഭിക്ഷമായി ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല.
വെള്ളവുമായിരുന്നു, കാരക്കയായിരുന്നു, അയലത്തുകാര് തരുന്ന പാലും കുടിച്ചാ ഞങ്ങളെന്നൊക്കെ കഴിഞ്ഞിരുന്നത്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഹദിയയായി 100 ഒട്ടകം കിട്ടിയപ്പോ ഒരു 10 ഒട്ടകത്തെങ്കിലും എടുത്ത് സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എങ്ങനെ സുഭിക്ഷമായി ജീവിക്കാമായിരുന്നു. വിധങ്ങൾ അങ്ങനെ ആലോചിച്ചില്ല. അപ്പൊ അല്ലാഹു നൽകിയ അനുഗ്രഹം മുഴുവനും അതെല്ലാം തന്നെ ഉപയോഗിച്ചു. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്കുള്ള ശുക്റാണ് ഉദ്ഹിയത്ത് എന്ന് പറയുന്നത്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ നൽകിയ നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ലഅസീദന്നകും, അല്ലാഹു പറയാണ് ഞാൻ വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ കണ്ണ് നട്ടു നോക്കുന്നില്ലെങ്കിൽ, അതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ എനിക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് നന്ദി ചെയ്യുന്നില്ലെങ്കിൽ, വലഇൻ കഫർതും, നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ് കഠോരമാണ് എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള നന്ദികേട് കാണിക്കുന്നവരാവാൻ പാടില്ല. സമ്പത്തൊക്കെ അള്ളാഹു വിശാലമായി നമുക്ക് നൽകിയിട്ട് ഉദയ്യത്തൊക്കെ വരുമ്പോൾ മൈൻഡ് ചെയ്യാതെയാണ് നിൽക്കുന്നതെങ്കിൽ, മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു തആല ഒരാൾക്ക് ഒരു നിഅമത്ത് കൊടുത്തു. ആ നിഅമത്ത് കാരണം അദ്ദേഹം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഫലം യശ്കുർ, അവൻ ശുക്ർ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് ഖലബഹ അലാ സാഹിബിഹാ അദാബ, അതിനെ അല്ലാഹു തആല അദാബായി അവനെ മടക്കും എന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. അതുകൊണ്ട് അല്ലാഹു ചെയ്ത നിഅമത്താണ് നമുക്ക് സമ്പത്ത്. ആ സമ്പത്തുള്ള എല്ലാ ആളുകളും, ആ സമ്പത്ത് എന്ന് പറഞ്ഞപ്പോ കോടിക്കണക്കായ ബാലൻസ് ഒന്നും നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞു ഒരു 12,000 രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ മിച്ചമുണ്ട് എങ്കിൽ അത് അറുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ചില ആളുകൾ പറയും ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കൂടിയിട്ടുണ്ട്, ഞാൻ അറുത്തിട്ടുണ്ട് എന്ന് പറയും. ഇത് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ തവണ ഫർദാക്കപ്പെട്ടതുപോലെ നമ്മളെ ഹജ്ജ് ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ളതല്ല, എല്ലാ വർഷവും ചെയ്യാം. കഴിഞ്ഞ വർഷം ചെയ്ത ആൾ കഴിഞ്ഞ വർഷം അല്ലാഹു നിനക്ക് നിയമത്ത് ചെയ്തില്ലേ, ഈ വർഷം നീ ചെയ്യുമ്പോൾ അല്ലാഹു ഇനിയും നിയമത്ത് നിനക്ക് ചെയ്യും. കഴിഞ്ഞ വർഷം ഞാൻ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ വർഷം ഇല്ല എന്നല്ല, ഈ വർഷം കൂടണം. അതിനാണ് നീ കഴിഞ്ഞ വർഷം കൂടിയപ്പോൾ അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ ചെയ്തു തന്നത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. ചിലര് അതിൽ നിന്ന് തെറ്റിദ്ധരിച്ച വേറൊരു കാര്യമുണ്ട്, 7ൽ 1 കൂടി കഴിഞ്ഞാൽ പിന്നെ 7 പ്രാവശ്യം കൂടിയെങ്കിലും ഉദയ്യത്താവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. 7ൽ 1 കൂടിയാൽ ആ വർഷത്തെ ഉദയ്യത്ത് പൂർണ്ണമാണ്. അയാൾക്ക് ഫുൾ ഒരു ഉദയ്യത്തടുത്ത് കൂലി തന്നെ കിട്ടും. ഉദയ്യത്തുമായി ബന്ധപ്പെട്ട കുറെ മസലകളൊക്കെ ഉണ്ടത് ഇൻഷാ അല്ലാഹ് അതുമായി സംബന്ധിച്ച ആഴ്ചയിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന് ഉദയ്യത്ത് എന്നത് അത് വില കുറച്ച് കാണേണ്ടതല്ല, അത് മുഅക്കദായ സുന്നത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവர்கள் നമ്മെ പ്രേരിപ്പിച്ച, നബി തങ്ങൾ മുൻ നിർത്തിക്കൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ നമ്മോട് സംസാരിച്ച വിഷയമാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അത് നമ്മൾ ഏറ്റെടുക്കണം, അതിന് ഇപ്പോഴേ തയ്യാറാവണം. അതാണ് ഇപ്പോൾ പറയാനുള്ള കാരണം. ഒരു മാസമുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്ത് അതിൽ എല്ലാവരും സജീവമായിരിക്കണം. അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകൾക്കൊക്കെ ശുക്ർ ചെയ്യാനുള്ള നല്ല ഒരു മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ.